ഹലോ വെൽക്കം ബാക്ക്. അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഈവനിങ്ങിലെ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഇതാ ഒരു പാലട പായസം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ കടയിൽ പോയിട്ട് അവനും ഉപ്പയും എത്തിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഞാൻ വാങ്ങിയത് വലിയ പേക്ക് ഒരു 1.5 ലിറ്റർ പാലിൻ്റെ കൂട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ഞാൻ അതിൽ നിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു 1/2 ലിറ്ററിനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആളെന്ന് ഞാനല്ല കേട്ടോ, ജാസിക്കാണ്. അപ്പോൾ ഒന്ന് സിമ്പിളതിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കൂടുതലൊന്നുമില്ല, ചെറിയ വ്ളോഗുള്ളൂ. അപ്പോൾ ഞാനൊരു ക്യാൻഡിൽ ലൈറ്റ് വാങ്ങിയിട്ടുണ്ട്, കുറേ ആയി വാങ്ങണമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിട്ടോ. അപ്പോൾ അതാ ആൾ സെറ്റായിട്ടുണ്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പായസം ആക്കി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാൻ നേരത്ത് നമ്മളുണ്ടല്ലോ കുറച്ച് ശർക്കര ഉണ്ടല്ലോ, കുറച്ച് ഒരുപാടല്ല, ലേശം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും പിന്നെ നെയ്യോ അല്ലെങ്കിൽ നമ്മളെ ബട്ടറോ അതിൽ ചേർക്കട്ടോ. പിന്നെ വാഹനം ഇതിൽ വീടിൻ്റെ അടുത്തൂടെ നല്ലോണം പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് വോയിസ് ഓവറിലുണ്ട്, അപ്പോൾ ക്ഷമിക്കട്ടോ. ഈ വീഡിയോ കാണുന്നതിന് കൂടെ തന്നെ ഒന്ന് നിങ്ങൾ ആ ലൈക്ക് ബട്ടനും ഒന്ന് കമൻറ്റും ഒക്കെ ചെയ്യാട്ടോ. പിന്നെ വെള്ളം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിക്കാൻ കാരണം അത് കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ കുറിച്ച് പിന്നെ നല്ല കുറുകി വരും. ആ വെള്ളമൊക്കെ വറ്റി പാലൊക്കെ ഒന്ന് കുറുകി വരുന്ന വരെ നമുക്കത് വേവിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓഫ് ചെയ്താലും ഒന്ന് ആ പാലൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോൾ തന്നെ കുറച്ച് ടൈറ്റ് വരും കേട്ടോ. ഞാൻ പിന്നെ ഒന്ന് ഓവർ ടൈറ്റ് ആക്കുന്നില്ല, കാരണം മക്കൾക്ക് ഓവർ ടൈറ്റ് ഇഷ്ടമല്ല പായസം കുടിക്കുമ്പോൾ. അപ്പോൾ പാൽ ഏകദേശം സെറ്റായപ്പോൾ ആ മിക്സ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ ചേർക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ശർക്കര ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടോ. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബട്ടർ അങ്ങനത്തെ ഒക്കെ ചേർക്കുന്നത് നന്നാവാം, നമുക്കൊക്കെ ഹെൽത്തിയും അതാണല്ലോ. അപ്പോൾ ഇതാ സംഭവം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 4 പേർക്കുള്ളത് നാളെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് തേങ്ങ പറിച്ചപ്പം ഒരു 4-5 ഇളന്നി കിട്ടിയിരുന്നു. അപ്പോൾ അതിന്ന് ജ്യൂസ് അടിക്കുന്നില്ല, അതൊന്ന് ഇങ്ങനെ ഫ്രിഡ്ജിലാക്കി വെക്കാമെന്ന് കരുതിയിട്ടുണ്ടായി. അപ്പോൾ ഇതാ 2 പേരും കുടിക്കാൻ നിന്നാൽ, പക്ഷേ മറ്റേക്ക് ചൂടാണെന്നും പറഞ്ഞിട്ട് താഴെ വെച്ചിട്ട് ഫിലിം കാണാൻ 2 പേരും. അധികം ടി വി കാണുന്ന സ്വഭാവം 2 പേർക്കും ഇല്ല കേട്ടോ. വല്ലപ്പോഴും ദിവസം 5-10 മിനിറ്റ് അത്രേ കാണുള്ളൂ. അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്യാൻഡിൽ ലൈറ്റ്. നല്ല അടിപൊളി സാധനം, നല്ല ലൈറ്റും ഉണ്ട്. നമുക്ക് ഇതിന് 2 ലിക്വിഡ് ഉണ്ട് കേട്ടോ. ഇതിലിറ്റിക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചാൽ ഇതിന് മുകൾ ഭാഗം അതാ ഒരു ഹോള് പോലെ, അതിലൂടെയാണ് നമ്മളതിൻ്റെ ആവി പോവുക. ഇത് കുറേ നാളെ ഞാൻ വാങ്ങണമെന്ന് കരുതിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്തായാലും അത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഞാൻ ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങളെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ലാവൻഡറിൻ്റെ ഉണ്ട്, ഒന്ന് വാനിലേൻ്റെ ഉണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്, നല്ല സ്വീറ്റ് സ്മെല്ലെന്നൊക്കെ പറയില്ല, ഒരു കുത്തലൊന്നും ഇല്ലാത്ത നല്ല വീട് മുഴുവൻ നന്നായൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇത് ഞാനിതെങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് കാണിച്ചത്. ഇതാ ഇതുപോലെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു 7 to 10 ഡ്രോപ്പ് വരെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ കൂടുതൽ വേണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ലൈറ്റ് സ്മെല്ലിന് വേണ്ടിയിട്ട്, ഭയങ്കര സ്വീറ്റ് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഡ്രോപ്പ് ചെയ്യട്ടോ. ഇങ്ങനൊരു സാധനം നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സാധനം കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടില്ല, നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ടൈറ്റ് ഇത് മോൾ ഭാഗം ടൈറ്റായി നിൽക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ ഈ സി ടൈപ്പ് ചാർജറിൻ്റെ ഒരു പിന്നുണ്ടല്ലോ, അത് തന്നെയാണിത്. ഇത് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഈ ചാർജറും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ലൈറ്റ് കത്തും. ജസ്റ്റ് നമുക്ക് ലൈറ്റ് വേണ്ട, ആ ഒരു സ്മെല്ല് മാത്രമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ലോങ് പ്രസ് ചെയ്തപ്പോഴാണ് അത് കത്തിയത്. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്താൽ അത് ഓഫ് ആവും ചെയ്യും. അത്യാവശ്യം നമുക്ക് ഡിം ലൈറ്റിനൊക്കെ പറ്റും കേട്ടോ, നല്ല വെളിച്ചമുണ്ട് അത്യാവശ്യം. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ സ്മെല്ല് പോകുന്നത്. അടിപൊളി കേട്ടോ, നമ്മൾ വീടൊക്കെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് നിൽക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പം ഓക്കെ, ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.